നമസ്കാരം. കേരള ജനത ഒട്ടാകെ ആവേശോജ്വലകരമായി കാത്തിരുന്ന തമ്പുരാൻ സിനിമയുടെ രണ്ടാം ഭാഗമായ T2 ഇന്ന് റിലീസ് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. ഇതിനോടകം തന്നെ ഓൺലൈൻ ടിക്കറ്റ് റിസർവേഷൻ വഴി റെക്കോർഡ് മാർജിനിലുള്ള കളക്ഷനാണ് ചിത്രം നേടിയിരിക്കുന്നത്. ആദ്യ ഷോ 7 മണിക്ക് തുടങ്ങി ഇപ്പോൾ തീരാറായിരിക്കുന്ന ഈ അവസരത്തിൽ ജനങ്ങളൊട്ടാകെ കാത്തിരിക്കുന്നത് ഒരു പോസിറ്റീവ് റെസ്പോൺസിന് വേണ്ടി മാത്രമാണ്. മലയാള സിനിമയ്ക്ക് പുതുമാറ്റങ്ങൾ കൊണ്ടുവരാനായി ശ്രമിക്കുന്ന ഈ സിനിമ പുതുചരിത്രം സൃഷ്ടിക്കുമോ അതോ ചാരിത്രത്തെ നശിപ്പിക്കുമോ എന്നുള്ളത് ഏതാനും നിമിഷങ്ങൾക്കകം നമുക്ക് തിരിച്ചറിയാനായിട്ട് സാധിക്കും. ഓ മോനെ മോനെ കണ്ണട വെച്ചു കണ്ടില്ലേ? ഇതൊക്കെ തമാശല്ലേ മോനെ? തമ്പുരാൻ രണ്ടാം ഭാഗം ഇന്ന് റിലീസ് ആവുകയാണ്. അപ്പൊ എന്താണ് പറയാനുള്ളത് ചേട്ടാ? മോനെ ഷൂട്ടിംഗ് ഒക്കെ കഴിഞ്ഞില്ലേ മോനെ? എന്താ ഇപ്പം പ്രേക്ഷകർ പറയട്ടെ. എങ്ങനെയുണ്ട്? എന്താണ് പടത്തിനെ കുറിച്ചുള്ള പ്രതീക്ഷ? പടം എല്ലാ എക്സ്പെക്ടേഷൻ മീറ്റ് ചെയ്യൂ? എന്താ മോനെ, ഇതെല്ലാം മേക്ക് ബിലീഫ് അല്ലേ മോനെ? ഇതെല്ലാം ജനങ്ങളുടെ കയ്യിലല്ലേ? എന്താണ് തമ്പുരാനെ കുറിച്ച് പറയാനുള്ളത്? ചേട്ടൻ അങ്ങനെ സംസാരിക്കത്തില്ല. വേണ്ട വേണ്ട, എന്തെങ്കിലും ഇല്ല. ചേട്ടനെ സോഷ്യൽ ആൻസൈറ്റിയാ. പ്ലീസ് പ്ലീസ്, ഞങ്ങളൊന്ന് പോകട്ടെ. ചേട്ടാ വെള്ളം വേണോ? വീഡിയോക്കാരന്മാരെ കൊണ്ട് തോറ്റു. ക്ലിയർ ആയിരുന്നു. നല്ല സൂപ്പർ സിനിമയാണ്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. നമുക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷേ ചിലവർക്ക് ഇവൻ വേറെ ഫാനാണ് കേട്ടോ. പക്ഷെ പടം ഒരു രക്ഷയില്ല. ഞാൻ ഈ സിനിമയെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ വേറൊരു റിവ്യൂ ഇന്ന് രാത്രി തന്നെ ഈ കാറിനകത്ത് വെച്ച് തന്നെ ഇടുന്നതായിരിക്കും. ഇപ്പം നിങ്ങൾ ആരും ഒന്നുകൊണ്ട് പേടിക്കേണ്ട. ഇപ്പൊ പടം കണ്ട അതിന്റെ ഒരു പീക്കായിട്ടുള്ള ആ ഒരു എക്സ്പീരിയൻസ് അതേപടി നിങ്ങൾക്ക് മുമ്പിൽ എത്തിക്കാനാണ് ഇപ്പൊ തന്നെ ഞാൻ ഇതിനകത്ത് നിന്ന്, ഞങ്ങൾ തിയേറ്ററിന്റെ വെളിയിലാണ് ഞങ്ങൾ ഈ റിവ്യൂ ഇടുന്നത്. വേറെ എന്തെങ്കിലും പറയാനുണ്ടോ? ഒരുപാട് BGM ഉണ്ടായതുകൊണ്ട് കേൾക്കാൻ രസമായിരുന്നു. BGM-നെ കുറിച്ചൊക്കെ പറയുകയാണെങ്കിൽ എല്ലാം ഇന്റർനാഷണൽ ക്വാളിറ്റി ആയിരുന്നു. ഒന്നും പറയാനില്ല. ഡീറ്റെയിൽ റിവ്യൂ നമുക്ക് ഇടാം. ഈ പടത്തെ വെച്ചുകൊണ്ട് തന്നെ ആയിരിക്കും അടുത്ത എന്റെ 50 വീഡിയോസ്. ഓക്കെ ഗൈസ്. സണ്ണി മുഖം തുടിക്കും ചേട്ടാ. നമ്മള് പച്ചക്കുയിൽ മീഡിയ വരികയാണ്. പടത്തെ കുറിച്ച് എന്താണ് അഭിപ്രായം? സോചേട്ടൻ ആറാറൊക്കെയാണ്. പിന്നെ എനിക്ക് എന്തെങ്കിലും നാടിയെ ക്രഷ് ആയിട്ടുണ്ട്. സോചേട്ടനെ ഇപ്പോഴത്തേക്ക് നല്ലത് പറഞ്ഞിട്ട് രാത്രി പോയിട്ട് ആ ഏട്ടനെ കുറിച്ച്, ഏട്ടന്റെ ഫാമിലിയെ കുറിച്ചൊക്കെ മോശം പറയാനല്ലേ അണ്ണ? ഇപ്പൊ അങ്ങനൊന്നും പറയാറില്ല. നിങ്ങൾ വേണ്ടാത്ത കാര്യങ്ങളൊന്നും പറയാറില്ല. നടിയെ ക്രഷ് ആയെന്ന് പറയുന്നത് അപ്പൊ സത്യമേനന്റെ ക്രഷാണ്. നടി ക്രഷാണ്. സത്യമേനന്റെ കാര്യം, സത്യമേനനായിരുന്നു നേരത്തെ ക്രഷനായിരുന്നു. സത്യമേനൻ ഫേക്കാണ്. മെസ്സേജിന് റിപ്ലൈ അല്ല. ഞാനിപ്പോ മെസ്സേജ് അയക്കാറില്ല. ഞാൻ ബ്രേക്കപ്പ് ചെയ്തു. അപ്പൊ സജിൻ ജോസുമായിട്ടുള്ള ഇഷ്യൂ ഒക്കെ എന്തുവായി? അദ്ദേഹത്തെ അവൻ വന്നിട്ടില്ല. അവൻ എന്റെ വീടിന്റെ അയ്യോ താരട്ടനും വേറെ പല കാര്യങ്ങൾ ഇതിനകത്ത് അസഭ്യമായിട്ട് പറയാണ്. അപ്പൊ മൊത്തത്തിൽ പടത്തിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത് അവസാനമായിട്ട്? അടിപൊളിയാണ്. ഓക്കെ താരട്ടൻ. ഓക്കെ ഡാലിയ തൊട്ട്
എന്തുവാ റിവ്യൂ പറയാൻ വേണ്ടി. അതിന് മൂട്ടിലാണോ ക്യാമറ വെക്കുന്നത്? പടം എങ്ങനെയുണ്ട്? പടം എങ്ങനെയാണെന്ന് അറിഞ്ഞാൽ മതിയല്ലോ. കൊള്ളാം, നല്ല പടാ. 3 മണിക്കൂർ തന്നെ കാണാം. വേറെ വല്ല അറിയണുണ്ടോ? ഇല്ല, ഒന്നുമില്ല. ഇല്ലല്ലോ. ഇനി സാർ മൈനർ സാർ ഈ സിനിമയെ പറ്റി നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? സിനിമ കണ്ടിപ്പോ ഇറങ്ങിയില്ലേ, എന്താണ് അഭിപ്രായം? സിനിമ വളരെ മനോഹരമായ സിനിമയല്ലേ, അതിഗംഭീര സിനിമയാണ്. ഞാൻ കണ്ടു. വളരെ ഗ്രേറ്റ് ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് ആയിരുന്നു. പൃഥ്വിരാജിന്റെ മനോഹരമായ അതിഗംഭീര ഡയറക്ഷൻ അല്ലേ. ഏത് സംവിധായകനാണ് അങ്ങനെ സ്വപ്നം കാണാനായിട്ട് ആഗ്രഹിക്കാത്തത്? അദ്ദേഹത്തിന്റെ സ്വപ്നത്തിനനുസരിച്ച് വളരെ മനോഹരമായിട്ടുള്ള ഒരു സിനിമ ചെയ്തു. മലയാള ഇൻഡസ്ട്രിക്ക് ഒരു വലിയ ഒരു നേട്ടം തന്നെയല്ലേ ഈ സിനിമ. വളരെ നല്ല സിനിമയായിരുന്നു, ഗംഭീര ഡയറക്ഷനും ആയിരുന്നു. അതിന്റെ എല്ലാ ക്രെഡിറ്റും വൃത്തിമോനുള്ളത് തന്നെയാണ്. ഇനി എന്തെങ്കിലും പറയാനോ സാർ? ഇല്ല, ഒന്നുമില്ല. ഓക്കെ, താങ്ക് യു. ഹായ് ഓൾ, ദിസ് ഈസ് അസുഖോ. T2 തമ്പുരാൻ സോജപ്പൻ 6 മണി രാവിലെ തിയേറ്ററിൽ പോയി. അന്യ എക്സ്പീരിയൻസ് ആയിരുന്നേ. അപ്പൊ പടം ഇങ്ങനെ അത് കഴിഞ്ഞ് ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. ഫസ്റ്റ് ഹാഫ് ഒക്കെ അങ്ങനെ തീർന്നു. 1-2 സീനൊക്കെ ഉണ്ടായിരുന്നു, കൊള്ളായിരുന്നു. അത് കഴിഞ്ഞ് പടം ഭൂം, വട്ടപൂജ്യം, ശൂന്യം, ഒന്നുമില്ല. അയ്യോ, എന്താണ് പിന്നെ ചെയ്തു വെച്ചിരിക്കുന്നത്? എന്താണ് പൃഥ്വിരാജിനൊക്കെ സംഭവിച്ചിരിക്കുന്നത്? സോജേട്ടനൊന്നും പിന്നെ വയ്യ, ആർക്കും വയ്യ. പൃഥ്വിരാജിന് വയ്യ, സോജേട്ടന് വയ്യ, എഴുതിയ ആർക്കും വയ്യ. പടത്തിനകത്ത് മൊത്തം പേർക്കും വയ്യ. പടം അങ്ങനെ കയ്യിൽ നിന്ന് പോയി. പാൻ ഇന്ത്യൻ റീച്ച് പിടിക്കാൻ പടം എടുത്തിട്ട് പാൻ ഇന്ത്യൻ ഊക്ക് കിട്ടിയിട്ട് തിരിച്ചു വരുമോ എന്നുള്ള കാര്യം മാത്രമാണ് ഇപ്പോൾ നമുക്ക് നോക്കേണ്ടുന്നത്. എന്തായാലും T2 ദാറ്റ്സ് ഓൾ. പ്രണാമ മിത്രങ്ങളെ. തമ്പുരാൻ സിനിമ എന്താണ് അതിൽ കാട്ടിക്കൂട്ടിരിക്കുന്നത്? ഞങ്ങൾ ചെയ്തിട്ടില്ലാത്ത കാര്യങ്ങളാണ് അതിൽ പറയുന്നത്. ഞങ്ങൾ ചെയ്തിട്ടില്ലാത്ത കാര്യങ്ങൾ പടച്ചുവിട്ട ആ സിനിമയ്ക്കെതിരെ ഞങ്ങൾ പ്രതിഷേധിക്കുന്നതായിരിക്കും. മിത്രമേ, നമ്മളെ കുറിച്ച് നല്ല കാര്യങ്ങളും ആ പടത്തിനകത്ത് പറയുന്നുണ്ട്. അത് ചെയ്തിട്ടില്ലാത്ത കാര്യങ്ങളല്ലേ? എടാ, നമ്മൾ നാട്ടുകാരെ മെക്കിട്ട് കയറുന്നില്ല, എന്ത് നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടോ? അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഞങ്ങൾ ചെയ്തിട്ടില്ലാത്ത കാര്യങ്ങൾ പടച്ചുവിട്ട സിനിമയ്ക്കെതിരെ ഞങ്ങൾ പ്രതിഷേധിക്കും. ഈ സിനിമ റീസെൻസറിന് വിടണം, എല്ലാ റീസെൻസറിന് വിടണം, എല്ലാം നശിപ്പിക്കണം. ഞങ്ങൾ ഇത് ചെയ്തു എന്ന് പറയുന്ന ലഹളകൾ ഞങ്ങൾ അത് ചെയ്തിട്ടില്ല. ഈ ആരെങ്കിലും അത് കണ്ടിട്ടുണ്ടോ? ഈ സിനിമ പ്രവർത്തകരെങ്കിലും അത് കണ്ടിട്ടുണ്ടോ? ആരും കണ്ടിട്ടില്ല. അതാണ് സത്യം. നേതാവ് ശരിക്കും ഈ സിനിമ കണ്ടിട്ടുണ്ടോ? നിങ്ങൾ ഏതാണ്, ഏത് മീഡിയയിൽ നിന്ന് നിങ്ങൾ വരുന്നത്? ഇവരെ റീസെൻസർ ചെയ്യണം, ഇവരെ റീസെൻസർ ചെയ്യണം, എല്ലാരെയും റീസെൻസർ ചെയ്യണം. അവളെ ചെയ്യൂ, എവനെ ചെയ്യൂ, എല്ലാരെയും റീസെൻസർ ചെയ്യണം. ഈ സിനിമയെ റീസെൻസർ ചെയ്യണം. ഞാൻ പോകുന്നു. എനിക്ക് ഇതിൽ കൂടുതലൊന്നും ഇവിടെ പറയാനില്ല. ബൈ. വളരെ സുപ്രധാനമായിട്ടുള്ള ഒരു സിനിമയെ കുറിച്ച് കൂടുതൽ ആധികാരികമായി സംസാരിക്കാനാണ് ഞാനിപ്പോൾ ഈ വന്നിരിക്കുന്നത്. ഇന്ന് തമ്പുരാൻ സിനിമ ഞാൻ കണ്ടു കഴിഞ്ഞ് ഞാൻ ഉടനെ അധികം തന്നെ ഒരു വാർത്താ ചാനലിനോട് ഞാൻ പറഞ്ഞത് ആ സിനിമ വളരെ നന്നായിരിക്കുന്നു എന്ന് തന്നെയാണ്. പക്ഷേ ആ സിനിമയ്ക്കകത്ത് എന്തെല്ലാം കാര്യങ്ങളാണ് പറയുന്നത്, പൃഥ്വിരാജ് എന്തെല്ലാം കാര്യങ്ങളാണ് ആ സിനിമയ്ക്കകത്ത് ചിത്രീകരിച്ച് വെച്ചിരിക്കുന്നത്. അതുപോലെ എനിക്കറിയാൻ സാധിച്ച ഒരു വിവരം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സോജപ്പൻ സാർ ഇതുവരെ ആ ഒരു സിനിമ മുഴുവൻ കണ്ടിട്ടില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം അഭിനയിച്ചത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം മാപ്പ് ഉറപ്പായിട്ടും പറയും. ആ ഉറപ്പ് എന്തുറപ്പാണ് അദ്ദേഹം മാപ്പ് പറയുന്നുള്ളത് ഞാൻ പറയിക്കും. ഇല്ലെങ്കിൽ ഞങ്ങൾ മൈനർമാരുടെ സംഘടന ഇതിനകത്ത് ശക്തമായിട്ട് പ്രതികരിക്കുന്നതായിരിക്കും. നമസ്കാരം മാഡം. നമസ്കാരം. ഇന്ന് രാവിലെ മുതൽ T2 തന്നെയാണ് എല്ലായിടത്തും ചർച്ചാ വിഷയം. മാഡം അറിഞ്ഞാണെന്ന് വിശ്വസിക്കുന്നു. എന്താണ് മാഡം ഇതിനകത്ത് മാഡത്തിന്റെ അഭിപ്രായം? ഞാൻ പടം കണ്ടിരുന്നു. വളരെ മികച്ചൊരു പടമാണ്. എന്റെ മകൻ ചെയ്തുകൊണ്ട് പറയല്ല, പൃഥ്വിരാജ് വളരെ മനോഹരമായി ആ ചിത്രം ചെയ്തിട്ടുണ്ട്. പക്ഷേ എനിക്കൊരു കാര്യം പറയാനുള്ളത്, ആ മൈനർ വിര അവൻ എന്താണ് കാണിക്കുന്നത്, അവൻ എന്താണ് ചെയ്യുന്നത് സ്വയം ഒരു ബോധ്യമുണ്ട് അവന്? ഇല്ല. രാവിലെ ഒന്ന് പറയും, വൈകുന്നേരം വേറൊന്ന് പറയും. ഇത്രയും ഒരു അവസരവാദിയായിട്ടൊരു വ്യക്തിയെ ഞാൻ ഇന്നേവരെ കണ്ടിട്ടില്ല. നിങ്ങൾ എന്താണ് അവിടെ കണ്ടത്? ഇത്രയും ഒരു നെറുകെട്ടവരെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. രാവിലെ എന്താണ് അവൻ ചെയ്തത്? രാവിലെ സിനിമ കണ്ടിട്ട് പറഞ്ഞു, കെട്ടിപ്പിടിച്ചിട്ട് ഉമ്മയും തന്നിട്ട് പറഞ്ഞു സിനിമ വളരെ മികച്ചതാണെന്ന്. എന്നാൽ വൈകുന്നേരം അവൻ കാർ ചെയ്ത് എന്താണ് പറഞ്ഞത്? നിങ്ങൾ കേട്ടതല്ലേ? ഏതാ അവൻ? മൈനറോ? ഞാനും കുറെ മൈനർമാരൊക്കെ കണ്ടിട്ടുള്ളതാ. അവൻ എന്തുവാ സോജമോനോട് ചെയ്തത്? അവൻ നല്ലൊരു സുഹൃത്താണോ? അവൻ കൂടെ നടന്നിട്ട് കാല് വരിയില്ലേ? അവരുടെ സ്വഭാവം നിങ്ങൾക്ക് ഇപ്പൊ തന്നെ മനസ്സിലായില്ലേ?
കൂടുതലൊന്നും എന്നെ കൊണ്ട് പറയിപ്പിക്കണ്ടല്ലോ. മാഡം, ഇപ്പോൾ ഉരുത്തിരിഞ്ഞു വരുന്ന വാർത്തകളിലെല്ലാം പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പാർട്ടിയെക്കുറിച്ച് അനാവശ്യ പരാമർശങ്ങൾ ഈ സിനിമയിൽ ഉന്നയിച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ സിനിമയുടെ സംവിധായകനായിട്ടുള്ള പൃഥ്വിരാജും അതിൽ നായകനായിട്ട് അഭിനയിച്ച സോജൻ സാറും മാപ്പ് പറയണമെന്നാണ് ഇപ്പോൾ അധികൃതരെല്ലാം പറയുന്നത്. അതുപോലെ തന്നെ സംവിധായകന്റെ അമ്മയായതുകൊണ്ട് മാഡവും മാപ്പ് പറയണമെന്നിങ്ങനെ. കോപ്പ് പറയും ഞാനിതിന് മാപ്പ് പറയണം? നിങ്ങൾ തന്നെ പറയൂ. ആ സിനിമയ്ക്കകത്ത് എന്താണ് മോശമായിട്ടുള്ളത്? സിനിമയെ കാണാൻ നിങ്ങൾക്ക് അറിയാമോ? പ്രേക്ഷകരെ നിങ്ങൾക്ക് അറിയാമോ സിനിമയെ കാണാൻ? അങ്ങനെ തന്നെ കണ്ടാൽ മതി. മാപ്പും ഇല്ല, ഒരു കോപ്പും ഇല്ല. മാഡം വിഷയം കട്ടി. നമസ്കാരം ഏട്ടാ. ഇപ്പോ വാർത്താ മാധ്യമങ്ങളിലെല്ലാം ഏറ്റവും കൂടുതൽ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത് തമ്പുരാൻ സിനിമയുടെ വിവാദത്തെ കുറിച്ച് മാത്രമാണ്. എന്താണ് ഈ വിവാദത്തെ കുറിച്ച് ഏട്ടന് പറയാനുള്ളത്? ഞാൻ എന്താ പറയാനാ മോനെ, എല്ലാ സംവിധാനം വൃത്തി പറയും മോനെ, എല്ലാം പറയും. ഇപ്പോ പാർട്ടി പ്രവർത്തകരെല്ലാം പറയുന്നത് ഏട്ടനും ഈ ഒരു കേസിനകത്ത് മാപ്പ് പറയണമെന്നാണ്. എന്താണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്? എന്താ മോനെ, അഭിനയിക്കുന്നവർ എന്ത് ചെയ്യാനാ മോനെ, എല്ലാ സംവിധാനത്തിന്റെ കയ്യിലല്ലേ, വൃത്തി പറയും. ഓക്കെ ഏട്ടാ, ഓക്കെ. അപ്പൊ ഈ സിനിമ ഏട്ടൻ ഇപ്പൊ കണ്ടില്ലേ, ജനങ്ങളുടെ കൂട്ടിരുന്ന് കണ്ടല്ലോ. എന്താണ് ഏട്ടന്റെ എക്സ്പെക്ടേഷൻ? മീറ്റ് ചെയ്തോ സിനിമ? മോൻ സിനിമ കണ്ടോ? ജനങ്ങളെല്ലാം പറയണ്ടേ? മോൻ കണ്ടായിരുന്നു പടം? ഞാൻ കണ്ടായിരുന്നു. എല്ലാം ജനങ്ങൾ പറയണ്ടല്ലോ മോനെ. സിനിമ കണ്ടായിരുന്നു, നല്ലതായിരുന്നു. മേക്കിംഗ് എല്ലാം വളരെ നല്ലതായിരുന്നു ഏട്ടാ. ഇപ്പൊ ഒരു കാര്യം ചോദിക്കാനുള്ളത്, അപ്പൊ വാറോസ് എന്ന് പറയുന്ന ആ ഒരു സിനിമയില് മേക്കിംഗ് വന്നൊരു പരാജയമായിരുന്നു, വിമർശനങ്ങൾ വന്നായിരുന്നു. ഇപ്പൊ അതിനെ കുറിച്ച് എന്തെങ്കിലും പറയാനുണ്ടോ ഈ സിനിമയും കൂടെ കണ്ടു കഴിഞ്ഞതിന് ശേഷം? പിന്നെ ബാരോസ് കുട്ടികളുടെ ഇടയിൽ അത് വൻ വിജയമല്ലേ മോനെ, കുട്ടികൾക്കിടയിൽ. എന്താ മോനെ? അവൻ എവിടെയാണ് ഭാഗ്യം? കേരളത്തിലൊട്ടാകെ കോളിളക്കം സൃഷ്ടിച്ച തമ്പുരാൻ വിവാദത്തിന് ഇന്ന് അവസാനം. ചിത്രത്തിന്റെ റീസെൻസറിംഗ് പൂർത്തിയാക്കി പുതിയ പതിപ്പ് പ്രദർശനത്തിനെത്തിയപ്പോൾ 30 മിനിറ്റ് ചിത്രത്തിൽ നിന്നും നീക്കം ചെയ്യണമെന്ന ആരോപണത്തെ അനുകൂലിച്ചുകൊണ്ട് 3 സെക്കൻഡാണ് ചിത്രത്തിൽ നിന്നും നീക്കം ചെയ്തിരിക്കുന്നത്. ഇത് നമ്മുടെ വിജയമെന്ന് തക്കാളിഗിരിയും സംഘവും.